ഹലോ, നമ്മുടെ പുത്തമ്പള്ളിയിലെ എക്സ്പോ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞോ? പെരുമ്പടപ്പ് എക്സ്പോ എന്നാട്ടോ പേര്. പെരുന്നാളിൻ്റെ അന്നായിരുന്നു ഉദ്ഘാടനത്തിന് അന്ന് നമ്മളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ പോകാണ്ടിരിക്കാൻ പറ്റുമല്ലേ? ടിക്കറ്റിന് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത്ര ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഉള്ളിലേക്ക് കയറിപ്പടേ ഇതുപോലുള്ള വെറൈറ്റി കിളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ കാണാത്ത ഒരുപാട് തരം കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മക്കൾക്ക് ഇത് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. അവരെല്ലാത്തിനും നല്ല അത്ഭുതത്തോടെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നക്ഷുമോനാണെങ്കിലും കിയാരയാണെങ്കിലും എല്ലാം നന്നായിട്ട് നിരീക്ഷിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ അവിടെ സൂക്ഷ്മമായിട്ട് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവളെപ്പോലത്തെ ആരെയോ അവിടെ കണ്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെ നോക്കുന്നത്. ഇതിപ്പോൾ ഞാനല്ലേ എന്നുള്ള ഭാവത്തിലാണ് കണ്ടോ. പിന്നെ എത്തി നോക്കുന്ന നടക്കുന്നുണ്ട്. ഇവിടെ രണ്ടുപേരെ കണ്ടു. എന്ത് ക്യൂട്ടാണല്ലേ. ഒരാൾ നല്ല ഫുഡ് കഴിക്കലും ഒരാൾ നല്ല ആലോചനയിലുമാണേ. അത് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പട ഇളകി വരുന്ന പോലെ ഉണ്ടല്ലേ. വലിയ മീനുകളും ഇതുപോലത്തെ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്താണെങ്കിൽ ഒരുപാട് വെറൈറ്റി ടൈപ്പ് കോഴികളുണ്ട് കേട്ടോ. നമ്മൾ കണ്ടതും കാണാത്തതുമായ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. മക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അവരിതെല്ലാം നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. നക്ഷുമോനൊക്കെ എല്ലാത്തിനെയും കാണുമ്പോഴും തട്ടി വിളിക്കുന്നും നോക്കുന്നും ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരാളെ കണ്ടോ, കൊക്ക് കുടുങ്ങിപ്പോയതാണാവോ. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നേ. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഗാനമേള നടക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം സെലിബ്രേറ്റ് ആയിട്ടുള്ളൊരു ഗായകനാണ്. പക്ഷേ പേര് ഞാൻ മറന്നുപോയി. കണ്ടു, അത്യാവശ്യം നല്ല ക്രൗഡഡാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ പഴയകാല മിഠായികൾ, ഫുഡ് കോർട്ട്, പിന്നെ ഒരുപാട് റൈഡൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവനെല്ലാം നമുക്ക് നോട്ട് കേട്ടോ. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ ത്രില്ലടിച്ച് പോകുന്നത്. എൻ്റെ പിള്ളേരെല്ലാവരും നല്ല ത്രില്ലിലാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നീണ്ടൊരു ക്യൂ ആയിരുന്നു കേട്ടോ. ആ ക്യൂവിൽ നിന്നതിൻ്റെ അവസാനം നമ്മുടെ ഉഴത്തി നമ്മളതിൽ കയറി ഇരുന്നിട്ടുണ്ട്. കയറി ഇരിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലൊക്കെയാണ്. ഇനി എന്താവും എന്നൊക്കെ കണ്ടറിയാം. ഞാനും അമ്മുവാണെങ്കിലോ ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും ആ പേടി പുറത്ത് കാണിക്കാതെ ഭയങ്കരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. എന്താ ഞങ്ങളുടെ ഒരു ആവേശം. അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് നോക്കിയപ്പോൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഭയങ്കര ഗൂഢാലോചനയാണ്. എന്താണാവോ പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ചിരിയിലൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാനും അമ്മോളും ഇവിടെ കിടന്ന് ഫുൾ ഡാൻസൊക്കെയാണ്. ഡാൻസ് കളി കഴിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കരച്ചിലായി പിഴിച്ചിലായി എന്തൊക്കെയാണാവോ. എന്നെ വിളിച്ച് ചീത്തയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ നക്ഷുമോനും മാമനും വണ്ടിയിൽ പോകുന്നു. നക്ഷുമോൻ ഒട്ടും പേടില്ല കേട്ടോ. അവനതിനൊന്നും സ്പീഡ് പോരാന്നുള്ള ഭാവത്തിലായിരിക്കുന്നത്. ഈ ഇരുത്തം കണ്ടു. ഇതൊരു വലിയ കൊടുങ്കാറ്റും മഴയ്ക്കും ശേഷമുള്ള ശാന്തതയാണ്. ഒരുമാതിരി കരച്ചിലായിരുന്നു ഗെയ്സ് അവിടെ കിടന്നിട്ട്. ആ കരച്ചിലിൻ്റെ കാര്യം പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഒരു ഐസ്ക്രീമും മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ സമയം ഒരുപാടായിരിക്കുന്നേ. മക്കളെയൊക്കെ നമ്മൾ എന്നത്തെയും പോലെ ഐസ്ക്രീമിൻ്റെ കോണ് കൊടുത്ത് പറ്റിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഐസ്ക്രീം കഴിക്കുമ്പോൾ എന്തൊരു പാവാം. ഇവരുടെ വരുന്നവരെല്ലാവരും ഇതിലൊന്ന് കയറി നോക്കണം കേട്ടോ. അടിപൊളി ഐറ്റം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മളിത് വീട്ടിലേക്ക് നടക്കുകയായി. നക്ഷുമോനൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അവനൊന്നും ഒരു അലമ്പോ പ്രശ്നമോ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പഴയകാല മിഠായിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചാണ്